പാർലമെന്റ് സമ്മേളനത്തിന് ഒരു ദിവസം മാത്രം ഇടയിൽ ബാക്കി നിൽക്കുമ്പോൾ കച്ചവടം പൊടിപൊടിക്കുകയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ. പണ്ടെല്ലാം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജയിക്കാനാണ് എല്ലാവരും വമ്പൻ ചെലവ് വഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജയിച്ചവരെ തന്നെ വിലക്ക് വാങ്ങുകയാണ്. ബി.ജെ.പിക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ പാർലമെന്റിൽ ജയിച്ചു കയറാനുണ്ട്. അതിന് എം.പിമാർ തികയാതെ കഴിഞ്ഞ സമ്മേളനത്തിൽ തോറ്റുപോയതാണ്. അതിൽ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലുമാണ് പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത്. അത് പാസാക്കുന്നതിനാവശ്യമായ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു ബി.ജെ.പി നേതൃത്വം. അതിലവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ തൃണമൂൽ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗം എന്നീ പ്രതിപക്ഷ നിരയിലെ പാർട്ടികളെ പിളർത്തിയതിന് പിന്നാലെ ഇപ്പോൾ ശരത് പവാറിൻ്റെ NCPയിലാണ് കണ്ണുവച്ചിരിക്കുന്നത്. അതിലൊറ്റയടിക്ക് ഒപ്പം കൂട്ടുന്നതല്ല പരിപാടി, മറിച്ച് NCPയിൽ 2 വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, ആ 2 വിഭാഗങ്ങളെയും ലയിപ്പിച്ച് ഒറ്റ പാർട്ടിയാക്കി NDA സഖ്യത്തിൻ്റെ ഭാഗമാക്കണമെന്നൊരു നിർദ്ദേശമാണ് ബി.ജെ.പിക്കുള്ളത്. അതിനായി വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2 വിഭാഗങ്ങളും ലയിക്കാൻ തയ്യാറായാൽ ഇരുപക്ഷത്തെയും അധികാര സമവാക്യങ്ങൾ ഒരുപോലെയാക്കാൻ 2 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവികൾ ബി.ജെ.പി നേതൃത്വം ഇവർക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ കളി മുഴുവൻ നടക്കുന്നത്. അതിലൊന്ന് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ MP-ക്ക് നൽകുന്ന വലിയൊരു പദവി. അത് നൽകുന്നതോടെ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് സാധ്യത. മാത്രമല്ല, അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിനും ശരത് പവാറിൻ്റെ NCP വിഭാഗത്തിനും ഓരോ ക്യാബിനറ്റ് പദവി വീതമാണ് ലഭിക്കാൻ പോകുന്നത്. എങ്കിലും സുനേത്രയെ പദവികളിൽ നിന്നൊക്കെ തഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന പ്രഫുൽ പട്ടേലിനും മറ്റും സ്ഥാനം നൽകാനും ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ രഹസ്യ ചർച്ചകൾ ബി.ജെ.പിയുമായി നടത്തി എന്നാണ് അറിയുന്നത്. സുനേത്ര പവാറും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും തമ്മിലുള്ളൊരു ആഭ്യന്തര തർക്കമാണ് ഇതിനൊക്കെ കാരണം. അങ്ങനെ ചില കഴുകൻ തന്ത്രങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി പയറ്റുന്നത്. MP-മാരെ അടർത്തി ബി.ജെ.പിയിൽ ലയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് NCP ഒരു കക്ഷിയായി തന്നെ മുന്നണിയിൽ എത്തുന്നത്. അത് രാഷ്ട്രീയ ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി പ്രതീക്ഷിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയിലെ മറാഠി ബ്രാഹ്മണേതര വോട്ടുകൾ ഏകീകരിക്കാൻ NCP ഒരു പ്രത്യേക കക്ഷിയായി തുടരുന്നത് നല്ലതാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ ഓരോന്നായി ഇങ്ങനെ തകർക്കുന്നത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് ബി.ജെ.പി ഇപ്പോൾ തന്നെ കണക്കുകൂട്ടുന്നത്. ഏതായാലും ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കാൻ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണെന്നിരിക്കെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആദ്യ ശ്രമത്തിൽ സഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാനുള്ള മോദി സർക്കാരിൻ്റെ ശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇത് എങ്ങനെയെങ്കിലും പാസാക്കിയെടുക്കണം, ഒറ്റ ചിന്തയാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇങ്ങോട്ട് പ്രതിപക്ഷത്ത് നിന്ന് 37 ലോകസഭാ രാജ്യസഭാ MP-മാരെയാണ് കുതിരക്കച്ചവടത്തിലൂടെയും പല വാഗ്ദാനങ്ങളിലൂടെയും ഭരണപക്ഷത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 3 ഒഴിവുകൾ ഉൾപ്പെടെ ലോകസഭയുടെ ആകെ അംഗബലം എന്ന് പറയുന്നത് 540 ഇതിൽ 2 പേർ ഇപ്പോൾ ജയിലിലാണ്. 3/2 ഭൂരിപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ 360 വോട്ടുകളാണ് വേണ്ടത്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ കണ്ടു 528 MP-മാർ വോട്ട് ചെയ്തപ്പോൾ ഭൂരിപക്ഷത്തിന് 352 വോട്ടുകൾ വേണമെന്നിരിക്കെ സർക്കാരിന് 298 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അന്ന് 230 വോട്ടുകൾ ലഭിച്ചു. അന്ന് NDAക്ക് മാത്രം 293 MP-മാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസ്, ശിവസേന എന്നിവയിലെ പിളർപ്പുകൾക്ക് ശേഷം NDAയുടെ നിലവിലെ അംഗബലം 319 എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ശരത് പവാർ വിഭാഗത്തെ കൂടി ചാക്കിട്ട് പിടിച്ചാൽ എങ്ങനെയെങ്കിലും 327 എത്തും. എങ്കിലും ഭൂരിപക്ഷത്തിനായി 33 വോട്ടുകൾ കുറവായിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള 33 പേരെ ഒപ്പിക്കാൻ വേണ്ടി വമ്പൻ കുതിരക്കച്ചവടവും ഒരുപക്ഷെ മാറി നിൽക്കാൻ വേണ്ടിയുള്ള വാഗ്ദാനങ്ങളുമെല്ലാം പൊടിപൊടിക്കും എന്നുറപ്പാണ്. എങ്ങനെയെങ്കിലും കുറവുള്ള 33 സീറ്റും അതുകൂടി ഒപ്പിക്കാനുള്ള തീവ്രശ്രമത്തിലായിരിക്കും ബി.ജെ.പിയും നരേന്ദ്രമോദിയും സംഘവും എന്ന് ഉറപ്പായി കഴിഞ്ഞു.